ഇന്നത്തെ സ്പെഷ്യൽ മത്തൻ എരിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ ഒരു കുക്കറിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വൻപയറും പിന്നെ ഒരു 300 ഗ്രാം മത്തനും പിന്നെ എടുക്കുക. അതിലേക്ക് പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് 3 വിസിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആകുമ്പോഴേക്ക് നമുക്ക് തേങ്ങ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഒരു മുറി തേങ്ങ, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ലേശം ചെറിയ ജീരകം, പിന്നെ ഒരു 6-7 ചെറിയുള്ളി, കുറച്ച് ഒരു 3-4 വെളുത്തുള്ളി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പിന്നെ വൻപയറും മത്തനൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് തുള്ളി വരുമ്പം അത് ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുകും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കരിവേപ്പില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു പിന്നെ അരമുറി തേങ്ങ എടുത്തിട്ട് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിന്ന് കണ്ടതിന് ശേഷം ഈ ഒരു അരപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മത്തൻ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും.